ഹച്ചി, 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 ഹച്ചി. നാശം, പണ്ടാരം വരുന്നില്ലല്ലോ. ഈ ജലദോഷവും പനിയും പിടിച്ച സമയത്ത് എന്തിനാണാവോ ഉമ്മച്ചി എന്നെ വെറുതെ സ്കൂളിലേക്ക് വിടുന്നത്? ഞാനാണെങ്കിൽ ഇന്നലെ തന്ന ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടുമില്ല. ഹച്ചി, ഹച്ചി. പടച്ചോനെ, സമയം കുറെ ആയല്ലോ. മൂക്കുന്ന് വരുന്നില്ലാതെ ബാക്കൊന്നും വരുന്നില്ലല്ലോ. എടാ ഉസ്മാനെ, ഉസ്മാനെ, ഇജ്ജെന്താക്കാടാ അവിടുന്ന്? സമയം പോയത് നീ അറിയുന്നില്ലേ? സ്കൂളത്തെ ബെല്ല് ഇപ്പം അടിക്കൊന്ന് വേഗം ഇറങ്ങി വാ. ഹോ, തുടങ്ങി വെല്ലമിച്ചിയുടെ പ്രസംഗം. ഇത് കയ്യാതെ എങ്ങനെയൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്? അപ്പിടാനും മുട്ടുന്നുണ്ട്. എടാ പഹയ, അന്നല്ലേ വിളിക്കുന്നത്? അല്ല തൊള്ള ഇറങ്ങിപ്പോയോ? അന്നെന്താ ഒന്നും മുണ്ടാതിരിക്കുന്നത്? എന്റെ വെല്ലുമിച്ചി, നിങ്ങളൊന്നും മുണ്ടാതിരിക്കേ. നമ്മൾ ഇവിടെ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ നമ്മളെ കോൺസെൻട്രേഷൻ തെറ്റിക്കാതെ. നമ്മൾ ഇപ്പൊ വരും. നിങ്ങളൊന്ന് സബൂറാക്ക്. എടാ പഹയ, ഇനി എത്ര സമയമായി ബാത്റൂമക്കാരി വാതിലടച്ചിട്ട്? എന്താക്ക അവിടുന്ന്? ഒന്ന് വേഗം ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. ഓ, പറഞ്ഞാ മനസ്സിലാവൂല. നമ്മൾ ഇവിടുന്ന് പാട്ട് പാടാ. ഇറങ്ങി വാടാ, അനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നാശം പിടിച്ച അപ്പി, ഒന്ന് വേഗം വരാൻ എന്നോട് പറഞ്ഞത്. സമയമില്ലാത്ത സമയത്ത് അവന്റെ ഒരു കളിപ്പിക്കല്. ഹാ, വരണുണ്ട് വരണുണ്ട്. ഇജ്ജ് ആര് വരുന്ന കാര്യടാ പഹയാ പറയണത്? ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്. പണ്ടാരം, മര്യാദക്കൊന്ന് തൂറാനും വിടൂല. എന്റെ പഠിച്ചോനെ, ഇങ്ങനെയൊരു കുരുത്തം കേട്ട ഹറാം പറഞ്ഞൊരു ചെറുക്കനായിപ്പോയല്ലേ ഇവനി. എടാ മരത്തലയാ, സ്കൂളിലത്തെ ബെല്ലി പഠിക്കും. ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത് എന്നോട്. വരണ വെല്ലുമിച്ചി, വരണ. ഡാ പഹയ, ഇജ്ജ് പഠിക്കാനാണോ കക്കൂസ് പോയത് അതോ തൂറാനോ? എന്റെ വെല്ലുമ്മ, ഞാൻ എന്തൊക്കെയായി പറയണത്? പഠിക്കാൻ ആരെങ്കിലും കക്കൂസിലേക്ക് പോവോ? തൂറാനല്ലാണ്ട്. ഹാ, അപ്പൊ എനക്ക് അറിയാല്ലേ അത്? പിന്നല്ലാതെ. എന്നിട്ടാണോ ഇജ്ജ് ഈ ബാഗും കെട്ടിപ്പിടിച്ചോണ്ട് കക്കൂസിലേക്ക് പോയത്? ബാഗും കെട്ടിപ്പിടിച്ചോണ്ട് സ്കൂളിലേക്കല്ലടാ പോണ്ട പഹയ. ഇങ്ങനെയും ഒരു മരത്തലയനായിപ്പോല്ലേ ഇവന്. അന്നെ പറഞ്ഞിട്ടെന്താ? എന്റെ ഉമ്മച്ചീനെ പറഞ്ഞാൽ മതി. ഓ, ഇനി നിങ്ങളെ ഉമ്മച്ചിയുടെ മെക്കിട്ട് കാര്യക്കാം. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ തുടങ്ങിക്കോളൂ ഉമ്മച്ചിയുടെ മേലെ കാരൻ. അല്ല, സമയം എത്രയായി നല്ല വിചാരം? അനക്ക് സ്കൂളിലേക്ക് പോകണ്ടേ? പോകണം, നമ്മൾ പോവാൻ നോക്കാം. നേരം വെളുത്തിട്ട് 100 വിളി വിളിച്ചാൽ അവൻ അറിയില്ല. എങ്ങനെയൊക്കെയോ അറിഞ്ഞാലോ ആ ഉള്ള സമയം കക്കൂസക്കാരി കുത്തിനി വാതിലടിച്ചോളും. എന്റെ വല്യമ്മ, എനിക്ക് തീരെ പരിഷ്കാരമില്ല. പരിഷ്കാരം കക്കൂസ് എന്നൊന്നും പറയാതെ. പിന്നെ കക്കൂസിന് കക്കൂസ് എന്നല്ലാണ്ട് ക്ലോസറ്റ് എന്ന് അറിയാൻ പറ്റുമോ? ഓ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കക്കൂസല്ല, കക്കൂസല്ല. ഇതിനെ ബാത്റൂം എന്നാ പറയാ. നിങ്ങൾ ഇനി മുതലേ ബാത്റൂം എന്ന് പറഞ്ഞാൽ മതി. ഓ, ഒരു വലിയ പരിഷ്കാരി വന്നിരിക്കുന്നു. സമയത്തും കാലത്ത് സ്കൂളിൽ പോയില്ലെങ്കിലേ എൻ്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. വേഗം പോയിക്കൊള്ളാനാ പറഞ്ഞ എന്നോട് ഇവിടുന്ന്. ആ, അല്ലെങ്കിൽ നമ്മൾ പോവാ. നിങ്ങളോട് വർത്താനം പറഞ്ഞിരിക്കാനേ നമുക്ക് സമയമില്ല. ആ, എനക്കത് അറിയാലേ. എങ്കിൽ വേഗം വിട്ടോ സ്കൂളിലേക്ക്. ഇതെന്താ തുമ്മൽ മത്സരോ? അതെ, നമുക്ക് തീരെ വയ്യ. നല്ല ജലദോഷമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സംശയം. എന്താ സംശയം? എന്താ എൻ്റെ സംശയം? അതെ വല്യമ്മ, നമ്മളിന്ന് സ്കൂളിലേക്ക് പോകണോ? ഓഹോ, അപ്പം അതാണല്ലേ എൻ്റെ ഉദ്ദേശം. സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി നീ കതക് മടച്ച് കക്കൂസിൽ കയറി കുത്തിരുന്നതാണല്ലേ? ഓ നാശം, ഇവിടെ നിങ്ങളെ കക്കൂസെന്ന് കേൾക്കുന്നതിൽ നല്ല സ്കൂളിലേക്ക് തന്നെ പോകുന്നതാ. എന്തായാലും നമ്മൾ പോയിക്കൊള്ളാം. എന്താ ചെറുക്കൻ്റെ ബുദ്ധി. സ്കൂളിൽ പോകാതിരിക്കാനുള്ള അടവാണവൻ്റെ. നമ്മളെടുത്തുണ്ടോ അതൊക്കെ നടക്കുന്നു? ഇങ്ങനെയുള്ള തരികിടകളൊക്കെ നമ്മളിതെത്ര കണ്ടതാ. അവൻ്റെ ഒരു തുമ്മല്. വേഗം വിട്ടോളാനാ പറഞ്ഞ എന്നോട് സ്കൂളിലേക്ക്. അല്ലാ പഠിച്ചവനെ, അവനെ പറഞ്ഞിട്ട് ഞമ്മക്കും വന്നോ തുമ്മല്? നാശം, എന്തോരം വർക്കാ ചെയ്യാനുള്ളത്. ഇതെപ്പോ പഠിക്കാനിരുന്നു ഞാൻ, എന്നിട്ടും എവിടെയും എത്തിയില്ലല്ലോ. രാവിലെ എഴുന്നേറ്റാൽ സ്കൂള്, വൈകുന്നേരം ട്യൂഷന്, രാത്രി പഠിപ്പ്. പിന്നെ ഇതെപ്പോ എനിക്കൊന്ന് കളിക്കാൻ സമയം കിട്ടുക? ഫുൾ ടൈം പഠിപ്പ് തന്നെ പഠിപ്പ്. പഠിച്ച് 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 മനുഷ്യന് മടുത്തു. എന്താ മോളെ നീ പിറുപിറുക്കുന്നത്? അതൊന്നുമില്ല പാപ്പ, ഞാൻ ഈ വർക്കൊക്കെ എങ്ങനെയാ ചെയ്യണതെന്ന് നോക്കുന്നതാ. ഹാ, നല്ല കുട്ടി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പപ്പയോട് ചോദിച്ചോ കേട്ടോ. ചോദിക്കാം ചോദിക്കാം. ഹേ മനുഷ്യ, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? എന്ത് കാര്യം? അയൽക്കാരുടെ എന്തെങ്കിലും കുശുമ്പം കുന്നായ്മായിരിക്കും, അതിലെ നിന്റെ അടുത്തുണ്ടാവുക. എന്താ നാടി നിന്ന് കിളിക്കണത്? ഒരു കാര്യം പറയാൻ വന്നാൽ എപ്പോഴും ഉള്ളതാ എന്തെങ്കിലും ഒരു തമാശ.
ഹാ അതൊന്നും അല്ലെങ്കിൽ എന്താ കാര്യം നീ പറ. പറയണില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം നിങ്ങൾ കേൾക്കണ്ട. ആഹാ അത് നല്ല കൂത്ത്. നീയല്ലേ എന്തോ കാര്യം പറയാൻ വന്നത്, അതിപ്പോ പറയണില്ലേ? ഞാൻ പറയാൻ വന്നപ്പോൾ നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്തല്ലേ, അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. അപ്പോഴത്തേക്കും ദേഷ്യം പിടിച്ചോ? എന്താ കാര്യം? എന്താണെങ്കിലും നീ പറ. എന്താ കുടുംബശ്രീയിലെ പ്രസിഡന്റായിട്ട് നിന്നെ അംഗീകരിച്ചോ? അതല്ലെങ്കിൽ നിങ്ങളെല്ലാം അയൽക്കൂട്ടം കൂടെ ഒരു ടൂർ പ്ലാൻ ചെയ്തില്ലേ, അതെപ്പോഴാണെന്ന് തീരുമാനിച്ചോ? എന്താ നിന്റെ കാര്യം? എന്താണെങ്കിലും പറ. ആ പിന്നെ ഒരു കാര്യം, ടൂർ ആണെങ്കിലേ എന്നോടൊരു നയാ പൈസ ചോദിക്കേണ്ട, ഞാൻ തരത്തില്ല. ഇനി അതും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണ്ട നീ. ഹാ ഇത് തന്നെയാ ഞാൻ പറയാൻ വന്ന കാര്യം. ഹാ അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങൾ എല്ലാരും കൂടെയുള്ള ടൂർ ഓക്കെ ആയിട്ടുണ്ടാവും അല്ലേ? അതിനു വേണ്ടി കാശ് ചോദിക്കാൻ വന്നതാണല്ലേ നീ? ഹോ അല്ലെന്നേ. അല്ലെങ്കിലും ഇനി ആർക്ക് വേണം നിങ്ങളുടെ പൈസ? ഞാൻ പറയാൻ വന്നതേ ഈ കാര്യം തന്നെയാണ്. നീ കുറെ സമയമായി ആ കാര്യം ഈ കാര്യം എന്നൊക്കെ പറയുന്നു. എന്താണെങ്കിലും ഒന്ന് വേഗം പറഞ്ഞു തോല. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ നിയമം നിങ്ങൾ കണ്ടില്ലേ? 15-ാം തീയതി മുതലേ KSRTC ബസ് ഫ്രീ ആക്കി. ഇനി ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾ ആണുങ്ങളുടെ സഹായമില്ലാതെ പോകാം. അതിനാ നിയമം വന്നോ? ആ അതാ പറയണത്. ഏത് സമയം ലാപ്ടോപ്പും കുത്തിപ്പിടിച്ചിരുന്നാലേ ലോക വിവരങ്ങളൊന്നും അറിയില്ല നിങ്ങൾ. ഇന്നു മുതലേ ആ നിയമം പാസ്സായി. ഇനി ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് പോകാം. എന്റെ ദൈവമേ, ഇതെവിടെയെങ്കിലും പോകാൻ കഴിഞ്ഞാൽ തുടങ്ങും. പൈസ തരില്ല, വേണമെങ്കിൽ പോയാൽ മതി, നിന്നോടാരാ പോകാൻ പറഞ്ഞത് എന്നൊക്കെയുള്ള 100 ചോദ്യങ്ങൾ. ഇനി അത് കേൾക്കണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ മോശങ്ങോടന്മാർക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. അതിന് ഞാനെന്ത് ചെയ്തു? ഒന്നും ചെയ്യണ്ടല്ലോ. ഞങ്ങളെ ഭരിക്കാൻ വരത്തല്ലേ നിങ്ങളുടെ പണി. കാണിച്ചു തരാം എല്ലാത്തിനും ഞങ്ങൾ. ഒരു ഡ്രൈവിംഗ് പഠിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അതിന് സമ്മതിക്കില്ല. ഇനി എവിടെങ്കിലും പോകണമെന്ന് പറഞ്ഞാലോ എന്റെ കയ്യിൽ പൈസയില്ല. പിന്നെ ഞങ്ങൾ എന്തോട്ട് ചെയ്യാനാ? നിങ്ങൾ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്, നിങ്ങൾക്കൊക്കെ വേണ്ട പോലെ എന്തും ചെയ്യാം, എവിടെയും പോകാം, ആരോടും ചോദിക്കണ്ട, ആരോടും പറയണ്ട. ഇനി അഥവാ ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലോ അപ്പ പറയും തർക്കുത്തരക്കാരിയെന്ന്. ഞങ്ങൾ ആണുങ്ങളെ ഭരിക്കാൻ നിങ്ങൾ വരണ്ട എന്ന്. ഇപ്പൊ എന്തായി? എല്ലാത്തിനും ഒരു തീരുമാനമായില്ലേ? ഗവൺമെന്റിന്റെ ഈ നിലപാടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. നോക്കിക്കോ മനുഷ്യ, നിങ്ങൾ നോക്കിക്കോ. നിങ്ങളുടെയൊക്കെ ഈ അഹങ്കാരത്തിന്റെ ഒരു അവസാനം വരാൻ പോവുകയാണ്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ പുതിയ സർക്കാരിനെ നിയമിച്ചത്. ഓ നിന്റെ പറച്ചൽ കേട്ടാ തോന്നുന്നു നീയാണ് പുതിയ സർക്കാരിനെ നിയമിച്ചതെന്ന്. അതെ മനുഷ്യ, അതെ. എന്നെ പോലുള്ള ഒരുപാട് പെണ്ണുങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് ഇപ്പോൾ സർക്കാർ നിറവേറ്റി തരുന്നത്. ഇനി ഞങ്ങൾക്ക് ധൈര്യമായി കേരളത്തിൽ ജീവിക്കാം. ഇനി ഞങ്ങൾക്ക് ആരെയും പേടിക്കണ്ട. ദേ സൂക്ഷിച്ചോ, ഇനിയെങ്ങാൻ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നിട്ടുണ്ടല്ലോ, ഒലക്കെ എടുത്ത് അടിക്കും ഞാൻ. ഇനി നിങ്ങളുടെ പൈസയും വേണ്ട, പത്രാസും വേണ്ട, സ്വന്തമായിട്ട് ജീവിക്കാനേ ഞങ്ങൾക്കറിയാം. എനിക്ക് അമലോ നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ. നീ പറഞ്ഞതൊക്കെ സത്യാണോ? ആ സത്യാണോ കള്ളാണോ തിരിയണമെങ്കിലേ ആ ലാപ്ടോപ്പ് അവിടെ പൂട്ടി വെച്ചിട്ട് വല്ല ന്യൂസ് എടുത്ത് വായിക്കും. അപ്പൊ തിരിയും സത്യാണോ കള്ളാണോ എന്നൊക്കെ. അല്ല പിന്നെ പപ്പാ, പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ലോ. അതേ മോളെ, ഇനി പാർക്കാവും മമ്മീനെ ഒന്ന് പിടിച്ചു വെക്കാൻ. ഇനിയിപ്പോ നാട് നീളെ തെണ്ടലായിരിക്കും. കുഞ്ഞമ്മയുടെ മോളെ കാണാനും അമ്മയുടെ മോളെ കാണാനും ഇനി നിനക്ക് നിന്റെ മമ്മിയെ കിട്ടുമെന്ന് തോന്നുന്നേ ഇല്ല. സാരമില്ല പപ്പ, മമ്മി എൻജോയ് ചെയ്യട്ടെ. അതെ അതെ, ഇതേ ഞങ്ങളെ പോലുള്ള ആണുങ്ങന്മാർക്ക് കിട്ടിയ 8ന്റെ പണിയാണ്. എന്താണെങ്കിലും വല്ലാത്തൊരു വിദ്യയായി പോയി എന്റെ ഗവൺമെന്റ്. എന്റെ ദൈവമേ, ഇതെന്തോരം ജോലികളാ ഈ അടുക്കളയിൽ എനിക്ക് എന്നും ചെയ്യാനുള്ളത്. എന്റെ ഒരു വിധി, ഈ വീട്ടിലത്തെ മുഴുവൻ ജോലികളും ഞാൻ തന്നെ ചെയ്യണ്ടേ? ഈ റീൽസ് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം. ഈ ജിറാഫിന് എന്ത് കളർ കൊടുക്കും ഞാൻ? ജിറാഫിന്റെ കളർ മഞ്ഞ തന്നെയല്ലേ, അത് തന്നെ കൊടുക്കാം. എല്ലാ മക്കളെ, ഞാൻ അടുക്കളയിൽ കിടന്ന് എത്ര സമയമായി കഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തന്നൂടെ? അയ്യോ അമ്മ, ഇപ്പോഴൊന്നും പറയല്ലേ. എനിക്ക് ഈ റീൽസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അതൊക്കെ ഒന്ന് വൈറലാക്കേണ്ടതാണ്. എടി പിങ്കി മോളെ, ലച്ചു, ഞാൻ ഇവിടെ രാവിലെ മുതൽ പണിയെടുത്തെടുത്തെടുത്ത് മടുത്തു. നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചോ? വല്ലപ്പോഴെങ്കിലും ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ നിങ്ങൾക്ക്? അയ്യോ അമ്മ, എന്നോടൊന്നും പറയല്ലേ. ഞാൻ ഇവിടെ വലിയൊരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. ഈ റീൽസ് എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാക്കണം. അമ്മേ, ചേച്ചിയെ പോലെയല്ല ഞാൻ അമ്മയെ സഹായിക്കാം. ഈ വീട് മുഴുവൻ ഞാൻ ഇന്ന് അടിച്ചു വാരും. എൻ്റെ പൊന്നുമോൾ, ഈ വീട്ടിൽ എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ.
കണ്ടോടി ചേച്ചി അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം. നീ അമ്മയെ സോപ്പിട്ട് പതപ്പിച്ച് കിടത്തും. അതൊന്നല്ല, ഞാൻ ഈ വീട് മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കാൻ പോവുകയാ. ഇന്നെന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. അയ്യോ, ഒന്ന് നിർത്തടി. എടി നിർത്തടി, നിന്റെ ഈ പാട്ട് കേട്ടാലേ കാക്കകൾ വരെ തിരിച്ച് കൂട്ടിലേക്ക് പറന്ന് കയറിപ്പോകും. ചേച്ചി കസൂയാണ്. ഞാൻ ഇവിടൊക്കെ തൂത്തുവാരി വൃത്തിയാക്കാൻ പോവുകയാണ്. ഞാൻ അമ്മയുടെ നല്ല മോളാകാൻ നോക്കുമ്പോൾ സമ്മതിക്കില്ല അല്ലേ? അയ്യോ അമ്മച്ചേ, പോയി. അമ്മ അറിഞ്ഞാൽ എന്തായാലും എന്നെ ചമ്മന്തിയാക്കും. എന്തൊക്കെയായിരുന്നു. അയ്യോ, അമ്മയുടെ നല്ല മോൾക്ക് ഇപ്പൊ നല്ല അടി കിട്ടും. ഞാൻ എന്തായാലും ഇത് അമ്മയോട് പോയി പറയാൻ പോവുക. അയ്യോ ചേച്ചി പ്ലീസ്, അമ്മയോട് പറയല്ലേ, നമുക്കിത് ഒപ്പിച്ചു വെക്കാം. എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി അമ്പും ബില്ലും ഇപ്പൊ എന്തായി? അയ്യോ ചേച്ചി പ്ലീസ് പ്ലീസ് പ്ലീസ്, അമ്മയോട് പറയല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ഒപ്പിച്ചു വെക്കാം. ഞാൻ സഹായിക്കാം. അത് ഞാനല്ലല്ലോ പൊട്ടിച്ചത്, നീയല്ലേ പൊട്ടിച്ചത്. ദാ അമ്മ വരുന്നു. എന്താടി ഒരു ശബ്ദം കേട്ട് വിടുന്നേ? അയ്യോ, എന്റെ പൂപാത്രം. ആരാണിത് ചെയ്തത്? എന്റെ പ്രിയപ്പെട്ട പൂപാത്രം. നിങ്ങളല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്? ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചത് കേട്ടില്ലേ? ആരാണിത് ചെയ്തതെന്ന്? അയ്യോ അമ്മ, ഇങ്ങനെ തുറച്ചു നോക്കല്ലേ, എനിക്ക് പേടിയാവുന്നു. എങ്കിൽ സത്യം പറ, ആരാണിത് ചെയ്തതെന്ന്? അയ്യോ അമ്മ, ഞാനല്ല. ഇത് ചെയ്തതേ ഇവളാ, ഈ പിങ്കിമോള്. അവളെ ചൂല് കൊണ്ട് കളിച്ചപ്പോൾ താഴെ വീണതാണ്. എടി ദുഷ്ടത്തി ചേച്ചി, പാര വെക്കാതെ. ചേച്ചി നുണ പറയുകയാണ്. ചേച്ചി റീൽസ് ചെയ്യാൻ വേണ്ടിട്ട് ഡാൻസ് കളിച്ചപ്പോൾ അത് തട്ടി താഴെ വീണതാണ്. പാവം, ഞാന് നിലത്ത് വീണ് ഉടഞ്ഞത് മാറ്റി വെക്കാൻ വന്നപ്പോഴാണ് അമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. വലിയ പോത പോലെ ആയല്ലോടി. നീ ഫോൺ നോക്കി ഇരുന്നതും പോരാഞ്ഞിട്ട് കുറ്റം മുഴുവൻ ഈ ചെറിയ പെണ്ണിന്റെ മേത്താണോ? ഇങ്ങോട്ട് വന്നേ നീ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ദൈവമേ, കള്ളം പറഞ്ഞ അവൾക്ക് അവാർഡും സത്യം പറഞ്ഞ എനിക്ക് ഇടിയും. ഇതെന്ത് ലോകം? കുറ്റം ചെയ്തതും പോരാഞ്ഞിട്ട് തെറ്റി ന്യായീകരിക്കാൻ നോക്കുന്നോ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. സത്യമായിട്ടും അമ്മ ഞാനല്ല ചെയ്തതേ. എന്നെ കബളിപ്പിക്കാൻ നോക്കുന്നോ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നിക്കടി അവിടെ. കിട്ടണം, അങ്ങനെ തന്നെ കിട്ടണം. ഇനി റിമോട്ട് ഇങ്ങത്താ. നീ കുറെ സമയമായില്ലേ ടി വി കാണുന്നു? അമ്പട പുളിസോ, തന്നേനെ റിമോട്ട്. ഞാനിപ്പൊ കാണാനിരുന്നിട്ടേ ഉള്ളൂ. അല്ലെങ്കിലും ചേച്ചിക്ക് കാർട്ടൂൺ ഇഷ്ടമില്ലല്ലോ. ചേച്ചി എന്തിനാ പിന്നെ കാണാനിരുന്നത്? ചേച്ചിക്ക് എണീച്ച് പോയിക്കൂടെ? അത് തന്നെയാ പറഞ്ഞത്, നിന്നോട് റിമോട്ട് ഇങ്ങോട്ട് തരാൻ. എനിക്ക് കാർട്ടൂൺ കാണണ്ട, എനിക്ക് സിനിമ കാണണം. സിനിമ കാണണമെങ്കിലേ അച്ഛൻ്റെ ഫോണ് നോക്കിക്കണ്ടോ. റിമോട്ട് ഞാൻ തരത്തില്ല, എനിക്ക് കാർട്ടൂണ് കാണണം. നിന്നോടാ പറഞ്ഞത് റിമോട്ട് ഇങ്ങോട്ട് തരാൻ. ചേച്ചിയോടാ പറഞ്ഞത് റിമോട്ട് തരില്ലാന്ന്. അത്രേ കഴിയോ നീ? എന്റെ കയ്യിൽ നിന്ന് വെറുതെ തല്ല് കൊള്ളണ്ടോ. നിന്നോടാ പറഞ്ഞത് തരാൻ. എടി പൊട്ടി ചേച്ചി, നിനക്കെന്താ ചെവി കേക്കില്ലേ? നിന്നോടാ പറഞ്ഞത് തരത്തില്ലാന്ന്. വേണമെങ്കിൽ പോയിട്ട് ഫോണിൽ നോക്കി കണ്ടോ നീ. വെറുതെ മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നോളൂ. അവളുടെ നാശം പിടിച്ച കാർട്ടൂണ് കാണിച്ചു തരാം നിനക്ക് ഞാൻ. അമ്മ, ഇവളോട് ഈ റിമോട്ട് ഒന്ന് തരാൻ പറയോ? അമ്മ, ഞാൻ കൊടുക്കത്തില്ല കേട്ടോ. ഞാനിപ്പോൾ കാർട്ടൂൺ കാണാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് വേണം റിമോട്ട്. അമ്മ, ഇവളെ റിമോട്ട് തന്നിട്ടില്ലെങ്കിൽ ടി വി എന്തായാലും ഞാൻ ഓഫാക്കും കേട്ടോ. തുടങ്ങി. നാശം പിടിച്ച പിള്ളേരെ വഴക്കിടാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, എന്തേ രണ്ടിന്റെ സൗണ്ട് കേൾക്കാത്തതെന്ന്. അമ്മ, ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ? അമ്മ വന്നിട്ടൊരു കാര്യമില്ല. എന്തായാലും ഞാൻ റിമോട്ട് കൊടുക്കില്ല. കാണിച്ചു തരാം രണ്ടിനും ഞാൻ. അക്കോ, ചിന്നു, ഈ ഫ്രിഡ്ജിൽ ഒരൊറ്റ കപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീം കൂടെ ബാക്കി ഇരിപ്പുണ്ട്. നന്നായി പഠിക്കുന്ന
വഴക്കുണ്ടാക്കാത്ത അമ്മയെ അനുസരിക്കുന്ന നല്ല മോൾക്ക് മാത്രമേ ഞാൻ ഈ കപ്പ് ഐസ്ക്രീം തരുള്ളൂ കേട്ടോ. ഐസ്ക്രീമോ? ആ TV ഓഫാക്കിട്ട് വേഗം പോയി പഠിക്കാം. ഞാൻ വേഗം പോയി അമ്മയെ സഹായിക്കാം. എന്നാൽ മഴക്കാലമായതിനാൽ റോഡിൽ കുണ്ടും കുഴിയും കൂടി. ഇതിന്നൊക്കെ എപ്പോഴാണാവോ ഒരു ആശ്വാസം കിട്ടുക? 1 × 1 1, 2 × 2 4, 3 × 2 6, ഇതെന്തൊരു അത്ഭുതം. 4 × 2 8. ഇവിടെ എന്താ വല്ല മാജിക് സംഭവിച്ചോ? അച്ഛാ, ആ കാലൊന്ന് അങ്ങോട്ട് മാറ്റിയേ. ഞാൻ ഇവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. അക്കു, നീ തന്നെയാണ് ഈ പറയണത്? അതെ അച്ഛാ, ഇവിടേക്ക് ആകെ അഴുക്ക് പിടിച്ചിരിക്കുക. ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ടെൻ × 2 20. അമ്മ, എന്റെ ഹോംവർക്ക് മുഴുവൻ കഴിഞ്ഞു. ഞാൻ നല്ല കുട്ടിയായി മുഴുവൻ പഠിച്ചു. അമ്മ, എന്റെ തുടപ്പും കഴിഞ്ഞു. ഞാൻ ഈ വീട് മുഴുവൻ വൃത്തിയാക്കി തുടച്ചു. ഇവിടെ കാക്ക മലന്ന് പറക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഹായ്, ഐസ്ക്രീം. ആഹാ, കൊള്ളാലോ. അപ്പൊ 2 പേരും നല്ല കുട്ടിയായ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ. അമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് ഒട്ടും ദേഷ്യപ്പെടാതെ തല്ലുകൂടാതെ എപ്പോഴും ശാന്തനായി ഇരിക്കുന്നതാരാണ്? അമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് ഒട്ടും ദേഷ്യപ്പെടാതിരിക്കുന്നത് അത് നമ്മുടെ അച്ഛനാണ്. ആഹാ, എങ്കിൽ പിന്നെ ഈ ഐസ്ക്രീം നമുക്ക് അച്ഛന് തന്നെ കൊടുക്കാം. കാരണം ഈ വീട്ടിൽ വഴക്കുണ്ടാക്കാത്ത ഒരേ ഒരു കുട്ടി ഈ അച്ഛൻ മാത്രമാണ്. നമ്മൾ ചെയ്ത പണികളൊക്കെ വെറുതെ ആയല്ലോ. ചേച്ചി, ഇനി മേലാൽ നമ്മൾ നല്ല കുട്ടികളാവാൻ ശ്രമിക്കരുത്. ഐസ്ക്രീം അച്ഛൻ കൊണ്ടുപോകും. ഇനി മേലാലെ 2 പേരും കൂടെ വഴക്കുണ്ടാക്കരുത് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച അത്ര നന്നായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തത് നല്ല റെഡ് കളറായിരുന്നല്ലോ. ഇതിപ്പോ വന്നപ്പോൾ ഒരുമാതിരി ന്യൂഡ് കളറ്. സാരമില്ല, ഇനി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത പ്രാവശ്യം വാങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ വാങ്ങണം. ഹോ, വീട്ടിലുള്ള ഒരു പണിയും ചെയ്യില്ല. നേരം വെളുത്താ തുടങ്ങും മേക്കപ്പ് ഇട്ട് റൂമിൽ കുത്തിരിക്കാൻ. ഇപ്പൊ ശരിയാക്കി തരാം നിന്റെ ലിപ്സ്റ്റിക് ഇടൽ. അയ്യോ, ഇതാരും മമ്മിയോ? കണ്ടിട്ട് പൊന്നുമോൾക്ക് ഇതാരാണെന്നാ തോന്നുന്നത്. രാവിലെ തന്നെ മമ്മി നല്ല ഫോമിലാണല്ലോ. എന്താ മമ്മി, മമ്മിക്കും വേണോ ലിപ്സ്റ്റിക്ക്? ദാ, ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഒന്ന് മമ്മി ട്രൈ ചെയ്ത് നോക്ക്. മമ്മിക്ക് ഇത് നന്നായിട്ട് ചേരും. പിന്നെ നേരം വെളുത്തിട്ട് നിന്നെ പോലെ ലിപ്സ്റ്റിക്കും ഇട്ട് അകത്ത് കുത്തിരിക്കലാണല്ലോ എന്റെ പണി. എനിക്കിവിടെ വേറെ ജോലികളൊന്നും ഇല്ലല്ലോ അല്ലേ? ജോലി എടുക്കുന്നതിനെന്താ, മമ്മിയുടെ ജോലി എടുത്തോ. അതിന് ലിപ്സ്റ്റിക് ഒരു തടസ്സമാവത്തേ ഇല്ല. നമ്മൾ നല്ലോണം അണിഞ്ഞൊരുങ്ങി ജോലികൾ ചെയ്താലേ ഒരു കോൺഫിഡൻസ് വരും. അതുകൊണ്ടായിരിക്കും അല്ലേ എന്റെ പൊന്നുമോളി വീട്ടിലത്തെ മുഴുവൻ ജോലിയും ദിവസവും ചെയ്യുന്നത്. നീ ഇവിടെ ദിവസവും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണുന്നല്ലാതെ ഒരു പണി പോലും ചെയ്യുന്നില്ലല്ലോ. അത് പിന്നെ അതെന്താ, അതിന് നിനക്ക് മറുപടി ഒന്നുമില്ലേ? അത് പിന്നെ ഞാൻ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്താൽ എന്റെ മേക്കപ്പ് ഒക്കെ ഒലിച്ചു പോകത്തില്ലേ? അത് മാത്രമല്ല, മുറ്റമടിച്ചു വാരിയാൽ എനിക്ക് ടാൻ അടിക്കും, ടാനി. ഇപ്പോഴത്തെ ഒരു ചൂടേ, മുറ്റത്തൊന്നും ഇറങ്ങാനേ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മുറ്റത്തൊന്നും ഇറങ്ങാത്തത്. മുറ്റത്തിറങ്ങാത്തത് അതുകൊണ്ട്. അപ്പൊ അകത്തുള്ള ജോലികളോ? അകത്തുള്ള ജോലികൾ ചെയ്യാൻ മമ്മിയില്ലേ, പിന്നെ ഞാൻ എന്തിനാ ചെയ്യുന്നത്? അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഒരു ജോലിയും ചെയ്യില്ല, അകത്തിരുന്ന് അവൾ മേക്കപ്പ് ഇട്ട് കുത്തിരിക്കും. അല്ലെങ്കിലും മുറ്റത്തല്ലേ വെട്ടം വെളിച്ചമൊക്കെ ഉള്ളത്. നിനക്ക് അകത്ത് എന്തോരം ജോലികളുണ്ട്. ഒന്നുമില്ലെങ്കിലും അടുക്കളയിൽ വന്ന് 2 പച്ചക്കറികളെങ്കിലും മുറിച്ച് തന്നൂടെ?
ആ മമ്മി, പച്ചക്കറി എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മയായത്. ഇവിടെ കക്കിരി ഉണ്ടോ? കക്കിരിയോ? അതെന്തിനാ? ഇന്ന് നീ പച്ചടി വെക്കുന്നുണ്ടോ? ഹോ, അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ ഇവിടെ കാക്ക മലന്ന് പറക്കും. അയ്യേ, പച്ചടി വെക്കാനൊന്നുമല്ല, കുറച്ച് കക്കിരിയെ എന്റെ മുഖത്ത് തേക്കാനാണ്. കക്കിരി വട്ടത്തിലരിഞ്ഞ് കണ്ണിന് ചുറ്റും വച്ചാലേ നല്ല കുളിർമ കിട്ടും. അത് മാത്രമല്ല, കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പുകളൊക്കെ മാറും എന്ന് ഞാൻ ഇന്നലെ ഒരു ഫോണിൻ്റെ അകത്ത് കണ്ടു. അതിനു വേണ്ടിയിട്ടാണ് കക്കിരി, അല്ലാണ്ട് മമ്മിയുടെ പച്ചടി വെക്കാനല്ല. ഇതേ പെണ്ണെ, എനിക്ക് ദേഷ്യം മരുത്ത് കയറുന്നുണ്ട് കേട്ടോ. വീട്ടിലുള്ള ഒരു പണിയും ചെയ്യത്തൂല്ല, എന്നിട്ട് അവൾക്ക് അടുക്കളയുള്ള സാധനങ്ങൾ വേണം പോലും. മര്യാദയ്ക്ക് നിന്നോട് ഞാൻ പറയണത്, ഇവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിക്കൊള്ളണം. ദേ, ആ ഷെൽഫൊക്കെ ഒന്ന് നോക്കിക്കേ, ഒക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നു. അതൊക്കെ പോട്ടെ, നിന്നോടാരാ എന്നോട് ചോദിക്കാതെ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഓർഡർ ചെയ്യാൻ പറഞ്ഞത്? ഇതിനൊക്കെ നിനക്ക് എവിടുന്ന കാശ്? അത് പിന്നെ, അത് ഞാൻ കഴിഞ്ഞ ദിവസം തറവാട്ടിൽ പോയപ്പോൾ അവിടെ നിന്നും എനിക്ക് മുത്തശ്ശി തന്നതാണ്. ഇനി മേലെ കാണട്ടെ, ഓരോ വസ്തു വാങ്ങിച്ചോളൂ. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ലിപ്സ്റ്റിക്കായി ഉപയോഗിച്ചിരുന്നത് വർണ്ണക്കടലാസായിരുന്നു. ഇതിപ്പോ തീരുമ്പം ഓരോരോ ഷെയ്ഡ് നോക്കി ലിപ്സ്റ്റിക് വാങ്ങി ഉപയോഗിക്കൽ. എന്നിട്ട് അതൊക്കെ മുഖത്തിട്ടിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? മമ്മി, ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാതെ, എന്റെ കോൺഫിഡൻസ് മുഴുവൻ നഷ്ടപ്പെടുന്നു. ഹാ, ഇനി ഇപ്പോൾ അങ്ങനെ പറഞ്ഞു, നിന്നെ ശരിയാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദേ പെണ്ണെ, ഞാൻ മര്യാദയ്ക്ക് പറയാ, ഈ വീട്ടിൽ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ മുഴുവൻ നീ ചെയ്യണം. നാളെ മുതൽ മേക്കപ്പ് വന്നിട്ട് അകത്ത് കുത്തിരുന്നാലേ എന്റെ തനി സ്വഭാവം നീ അറിയും. വേണ്ടാന്ന് വെക്കുമ്പോ പെണ്ണെ തലയിൽ കയറി കൊത്താ. എന്തോരം പണികളുണ്ട് ഇവിടെ. സ്കൂൾ വെക്കേഷൻ ഒക്കെ അല്ലേ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും അടുക്കി വെക്കാനും ഒതുക്കി വെക്കാനൊക്കെ പറ്റൂ. ആരോട് പറയാൻ? ഇന്നൊരു ദിവസം കൂടെ ഞാൻ നോക്കും. നാളെ മുതൽ എല്ലാത്തിനും നീയും എൻ്റെ കൂടെ പണിക്ക് ഇറങ്ങിക്കൊള്ളണം. അല്ലെങ്കിലേ മേക്കപ്പ് നീ ഇടേണ്ടി വരില്ല, ഞാൻ തന്നെ നിന്റെ മുഖത്ത് ഓരോരോ ഷേപ്പ് വരുത്തിക്കോളും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഷോ, പണി പാലും വെള്ളത്തെ കിട്ടിയല്ലോ. വെക്കേഷൻ ആവണ്ടായിരുന്നു, ഇതിലും നല്ലത് സ്കൂൾ തന്നെയാ. ആ, എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അയ്യോ, ദേ നോക്ക് ചേച്ചി, എന്തോരം മാമ്പഴങ്ങളാ പഴുത്തു നിൽക്കുന്നത്. ശരിയാ. ഈ മാവിന്റെ ചോട്ടിൽ വന്നപ്പോ തന്നെ മാമ്പഴം മണത്തിട്ട് കഴിക്കാൻ കൊതിയാവുന്നു. അതെ, പക്ഷേ ഇത്രയും ദിവസം ഈ മാമ്പഴം ഇവിടെ ഉണ്ടായിട്ടും നമ്മളാരും കണ്ടില്ലല്ലോ ഇത് പഴുത്തത്. നമുക്ക് മമ്മിയോടും പപ്പയോടും പറയാം ഇത് മുഴുവൻ പറിച്ചു തരാൻ. ഷോ, ഒരൊറ്റ മാമ്പഴം പോലെ നിലത്ത് വീണിട്ടില്ല. നിലത്ത് വീണിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കഴിക്കാമായിരുന്നു. ചേച്ചി പറഞ്ഞത് ശരിയാണല്ലോ, ഒരൊറ്റ മാമ്പഴം പോലെ നിലത്ത് കാണുന്നില്ലല്ലോ. ഇത്രയും മാമ്പഴം പഴുത്ത സ്ഥിതിക്ക് എന്തായാലും ഒരെണ്ണമെങ്കിലും വേണ്ടതാണ്. പിങ്കി മോളെ, ചിലപ്പോൾ അതൊക്കെ പക്ഷികൾ കൊത്തിയതായിരിക്കും. എന്നാലും ചേച്ചി, നമുക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാ ഒരെണ്ണം പോലും കിട്ടാത്തത്. അയ്യോ ചേച്ചി, അതെന്താ ശബ്ദം കേൾക്കുന്നത്? ഞാനും കേട്ടു, എന്താണെന്നൊരു പിടിയുമില്ല. ചേച്ചി, എനിക്ക് പേടിയാവുന്നു, നമുക്ക് തിരിച്ചു പോയാലോ? പണ്ട് മുത്തശ്ശി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാവിന്റെ ചോട്ടിലും പ്ലാവിന്റെ ചോട്ടിലൊക്കെ പ്രേതമുണ്ടാവുമെന്ന്. ഒന്ന് പേടിപ്പിക്കാതെടി, അതൊക്കെ കഥകളല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ മുത്തശ്ശി നുണ പറഞ്ഞതാണോ? അത് നീ മുത്തശ്ശിയോട് പോയി ചോദിക്ക്. ഇപ്പൊ എന്താ സൗണ്ട് കേട്ടെന്ന് നോക്കാം നമുക്ക്, വാ. അയ്യോ ചേച്ചി, ഞാനില്ല, എനിക്ക് പേടിയാണ്. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാ. മിണ്ടാതെ നീ ഇങ്ങോട്ട് വാ എന്റെ കൂടെ. ചേച്ചി വേണ്ട ചേച്ചി, നമുക്ക് തിരിച്ചു പോകാം. വേണ്ട ചേച്ചി. ഓ, ഇങ്ങനെയും ഒരു പേടി തൊണ്ടെത്തി. ഒന്ന് നീ എന്റെ കൂടെ വാ. എന്താണെങ്കിലും എന്താ ശബ്ദം എന്ന് നോക്കണ്ടേ? ദേ നോക്ക്, അവിടെ ഒരു തല. എന്ത് തലയോ? ആരുടെ തല? വല്ല പ്രേതത്തിന്റെയോ ഭൂതത്തിന്റെയോ ആണോ? തല കണ്ടിട്ട് പ്രേതത്തിന്റെയോ ഭൂതത്തിന്റെയോ ഒന്നുമല്ല, നല്ല പരിചയമുള്ള തലയാണ്. നീ ഇങ്ങനെ പേടിക്കാതെ. പരിചയമുള്ള പ്രേതമോ? അതേത് പ്രേതമാ? അതേത് മാമ്പഴ കളനാടാ മാവിന്റെ ചോട്ടിൽ ഒളിഞ്ഞിരിക്കുന്നത്? മുന്നോട്ടേക്ക് വാടാ. നിന്നോടല്ലേ പറഞ്ഞ മുന്നോട്ടേക്ക് വരാൻ, അല്ലെങ്കിൽ ഞാൻ വല്ല കമ്പും ചുള്ളും എടുത്ത് നല്ല പെട വെച്ച് തരും. ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത്. കണ്ടുപിടിച്ചല്ലേ, ഇത് ഞമ്മളാ ഉസുമാനി. നീ എന്തിനാ മാവിന്റെ ചോട്ടിൽ ഒളിഞ്ഞിരിക്കുന്നത്?
വെറുതെയാണോ ഇവിടെ നിലത്ത് പോലും ഒരൊറ്റ മാമ്പഴമില്ലാത്തത്? മുഴുവൻ നീ എടുത്തതാണല്ലേ? നമ്മള് വെറുതെ ഇതിലോട്ട് പോയപ്പോൾ ഈ മാവ് നിറയെ മാമ്പഴം, അപ്പൊ വെറുതെ ഇവിടെ ഇങ്ങോട്ടേക്ക് കരുതാ. ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ മാമ്പഴമല്ലേ, നീ എന്തിനാ ഈ തൊടിയിലേക്ക് കയറിയത്? അത് മാത്രമല്ല, നീ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ ചുറ്റോട് ചുറ്റും മതിലുള്ളതല്ലേ? അത് പിന്നെ ഞാൻ നിന്നെയും അന്വേഷിച്ചിട്ട് വന്നതാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആരെയും അവിടെയൊന്നും കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച നിങ്ങൾ തൊടിയിലുണ്ടാവുമെന്ന്. അപ്പം ഇങ്ങോട്ടേക്ക് വന്നു. നോക്കുമ്പോഴോ ഈ മാവ് നിറയെ മാമ്പഴം. എന്നിട്ട് നിനക്ക് മാമ്പഴം കിട്ടിയോ? ഇല്ലടി പിങ്കി മോളെ, നിർഭാഗ്യവശാൽ ഞമ്മക്കൊരു മാമ്പഴം പോലും കിട്ടിയില്ല. ഡാ, വെറുതെ നുണ പറയരുത്. നിന്റെ ഈ ബാഗ് മുഴുവൻ മാമ്പഴമല്ലേ? എനിക്കത് നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ ഇവിടെ നിലത്ത് പോലും ഒരു മാമ്പഴം പോലും ഇല്ലാത്തത്. നീ പക്ഷികൾ കൊത്തിയിട്ടത് വരെ എടുത്തു അല്ലേ? ദേ പിങ്കി മോളെ, വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. നമുക്കൊരു മാമ്പഴം പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ബാഗ് കാണിച്ചതാ. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ല ഇല്ല ഇല്ല, നമ്മുടെ ബാഗ് എന്തിനാ നിനക്ക് കാണിച്ചു തരുന്നത്? നിനക്ക് നോക്കണമെങ്കിലേ നീ പോയിട്ട് നിന്റെ ബാഗ് നോക്ക്, അല്ലാതെ നമ്മളെ ബാഗല്ല നോക്കേണ്ടത്. ആഹാ, നിനക്ക് ഇത്രക്ക് അഹങ്കാരമോ? എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ പഠിപ്പിക്കുന്നോ? ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ വഴക്ക്? നോക്ക് ചേച്ചി, ഇവൻ നുണ പറയുന്നത് കണ്ടില്ലേ? അയ്യോ ലച്ചു ചേച്ചി, ഞാൻ നുണ പറഞ്ഞതല്ല, സത്യമാണ് പറഞ്ഞത്. നമുക്കൊരു മാമ്പഴം പോലും കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ മാമ്പഴം മുഴുവൻ ആവിയായിപ്പോയോ? ചേച്ചിക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമില്ലെങ്കിൽ എൻ്റെ ഈ ബാഗ് പരിശോധിച്ച് നോക്ക്. ഇതിലൊരു മാങ്ങ പോലും കാണില്ല. പിങ്കി മോളെ, അവൻ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? അവൻ നുണ പറയുക ചേച്ചി. ദാ ലച്ചു ചേച്ചി, എൻ്റെ ബാഗ് ഒന്ന് നോക്കിക്കേ. അവൻ പറഞ്ഞ ശരിയാണ് പിങ്കി മോളെ, അവൻ്റെ ബാഗിൽ ഒരു മാങ്ങ പോലും ഇല്ല. ഇപ്പം എന്താടി, നിനക്ക് വിശ്വാസമായില്ലേ? ഇനി ഞാൻ നിന്നോടൊരു കൂട്ടുപോലുമില്ല. വെക്കേഷൻ സമയമല്ലേ, നിന്റെ കൂടെ കളിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ നീ എന്നെ വിശ്വസിച്ചില്ലല്ലോ. അത് പിന്നെ എടാ ഉസ്മാനെ, നീ എന്നോട് ക്ഷമിക്കേ. ഇല്ല, മിണ്ടില്ല, നിന്നോട് ഞാൻ കൂട്ടില്ല. ഞാൻ പോവുകയാണ്. എടാ ഉസ്മാനെ, പോവാതെ, നീ ഇങ്ങനെ പിണങ്ങാതെ. അവൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ, നീ ഇങ്ങോട്ട് വാ. വേണ്ട വേണ്ട വേണ്ട, നമ്മളെ തിരിച്ച് വിളിക്കണ്ട, നമ്മൾ വരില്ല. എടാ ഉസു, നീ പോകാതെ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ സോറി പറഞ്ഞില്ലേ. പ്ലീസ് ഇങ്ങോട്ട് വാ. അതേടാ, അവള് സോറി പറഞ്ഞില്ലേ, നീ ഒരു വട്ടം ക്ഷമിക്കേ. നമ്മൾ വേണ്ടില്ല. ഏടാ ഉസു, നിനക്ക് മാമ്പഴം വേണോ? നല്ല പഴുത്ത മാമ്പഴം. മാമ്പഴമോ? അതെ, മാമ്പഴം തന്നെ. ദേ ഈ മാവിന്മേലത്തെ മാങ്ങ നീ കണ്ടില്ലേ? വൈകുന്നേരം നമുക്കത് മമ്മിയും പപ്പയും കൊണ്ട് പറപ്പിക്കാം, എന്നിട്ട് നിനക്കും തരാം. ശരിക്കും നീ ഞമ്മക്ക് മാമ്പഴം തരുമോ? പിന്നല്ലാതെ, മാങ്ങ പറിച്ച നിനക്ക് തരാതിരിക്കോ? അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ നിൽക്കാം. നീ എന്നോട് ക്ഷമിക്കോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് മാമ്പഴം തരൂ. ആന്നേ, നമ്മൾ നിന്നോട് ക്ഷമിച്ചു. എടാ മാമ്പഴക്കൊതിയാ. ഒരു മുറൈ ബന്ദ് പാത്തായ തോം തോം തോം. ആഹാ, ഒരു മുറൈ ബന്ദ് പാത്തായ തോം 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 തരികിടതോം. ആഹാ, ഒരു മുറൈ ബന്ദ് പാത്തായ നിന്മനം തുള്ളു മഴ കാണോ. ഹോ ഹോ ഹോ. അല്ലോ പഠിച്ചോനെ, ഇതെന്താണ് കഥ? ഈ പെണ്ണിന് പിരാന്തായോ? ദിൻ തരികിടതോം. നീയോ? അതെ, ഞാൻ തന്നെ. ശരിക്കും ഇവിടെ ഇപ്പൊ എന്താ നടക്കണത്? നിനക്ക് പിരാന്തായോ? അത് പിന്നെ ഞാൻ വെറുതെ. എനിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുണ്ടല്ലോ, ആ കഴിവിനെയൊക്കെ ഞാനൊന്ന് പുറത്തെടുത്തതാ. പാട്ട് പാടാനുള്ള കഴിവോ? ആ കഴിവാണ് ഇപ്പൊ ഇവിടെ ഞാൻ കണ്ടത്. അതെ അതെ, എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ഹോ, അവളുടെ ഒരു അണിഞ്ഞ പാട്ട്. അവളുടെ പാട്ട് കേട്ടാൽ പശു കാടി വെള്ളം പോലും കുടിക്കില്ല. ഉസ്മാനെ, വെറുതെ എൻ്റെ പാട്ടിനെ നീ കുറ്റം പറയരുത് കേട്ടോ. എനിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ളതാണ്. എടി ബെടുക്കൂസേ, അങ്ങനെ ആർക്കെങ്കിലും പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിലേ അവരിങ്ങനെ സ്വയം പൊന്തില്ല. നീയേ SP ആണ്, SP. SP-യോ? അതെപ്പോഴാണ് ഞാൻ SP ആയത്? SP ഒക്കെ ആവാൻ ഒരുപാട് പഠിക്കണ്ടേ? ഹോ, ആ SP-യുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്.
നീയേ സ്വയംപൊന്തി. അതിന്റെ ഷോർട്ട് ഫോം ആണ് SP. ഹോ അങ്ങനെ നിന്നെ കളിയാക്കിയതാണല്ലേ. ഞാൻ SP ആണെങ്കിൽ നീ KP അല്ലടാ. KPയോ? അതെന്താണ് ഈ KP? നിനക്കറിയില്ലേ KP എന്താണെന്ന്? KP എന്ന് വെച്ചാലേ കിടക്കേ പാത്തി. പിങ്കി മോളെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. അപ്പൊ നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചതോ? ഞാനേ നിനക്ക് പാട്ട് പാടാൻ കഴിവില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. നീ ഇപ്പൊ ഇവിടെ പാട്ട് പാടുന്നത് കണ്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയി. ആഹാ, അപ്പോ എനിക്ക് നല്ലൊരു പാട്ടറിയാം. അത് ഞാൻ നിനക്ക് ഇപ്പൊ പാടിത്തരാം കേട്ടോ. പായി പാത്തി പായി മടക്കി കിടക്കേ പാത്തി കിടക്ക മടക്കി. ഈ പാട്ടേ നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്തതാണ്. നിന്നെക്കുറിച്ചുള്ള പാട്ടാണിത്. ഓ, എനിക്കെന്റെ ദേഷ്യം മരുത്ത് കയറുന്നു. ഇവിടെ എങ്ങാൻ ഒരു മട്ടലുണ്ടായിരുന്നെങ്കിൽ നിന്റെ തല ഞാൻ തല്ലി പൊളിച്ചേനെ. ആഹാ, വാടാ വാ, എന്റെ തല തല്ലി പൊളിക്കാൻ നീ ഇങ്ങോട്ട് വന്നാലും മതി. ഇനി മേലാൽ നീ ഇങ്ങനത്തെ പാട്ട് പാടിയാൽ നിന്റെ തലയല്ല നിന്റെ മൂക്ക് ഞാൻ ഇടിച്ച് പരത്തും. ആഹാ, പാടും, ഞാൻ ഇനിയും പാടും. പായി പാത്തി പായി മടക്കി കിടക്കേ പാത്തി കിടക്ക മടക്കി. ആഹാ, അത്രക്കായോ? എന്നാ ഇതാ പിടിച്ചോ. പെൺകുട്ടികളായാലേ ഇത്രക്ക് അഹങ്കാരം പാടില്ല. അവളുടെ ഒരു പായി പാത്തി പായി മടക്കല്. ഇനി മേലാലേ എന്നോട് കളിക്കാൻ വരരുത് നീ. നോക്കിക്കോടാ, നിന്നെ ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. ഹാ, വേഗം ചെന്ന് പറഞ്ഞു കൊടുക്ക്. വേണമെങ്കിൽ ഒരു ഫ്ലൈറ്റും പിടിച്ചങ്ങ് പോവോ. എനിക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. നോക്കിക്കോ, എന്തായാലും ഞാൻ നിന്നെ പറഞ്ഞു കൊടുക്കും. ഹോ, അത് തന്നെയല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്. വേഗം ചെന്നങ്ങ് പറഞ്ഞു കൊടുക്ക്. കിട്ടിയിട്ടുണ്ടെങ്കിലേ കണക്കായിപ്പോയി. എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. അവളുടെ വിചാരം വലിയ ശ്രേയാഘോഷലാണെന്നാ, ശ്രേയാഘോഷല്. നീ പോയിട്ട് നിന്റെ മമ്മിയോട് പറഞ്ഞു കൊടുത്താലേ നിനക്ക് തന്നെയാ ചീത്ത കിട്ടുക. കാരണം നീ എന്നെ കളിയാക്കിയത് കൊണ്ടാണ് ഞാൻ നിന്നെ ഇടിച്ചത്. ഇനിയും എന്നെ കളിയാക്കിയാൽ ഇനിയും നിനക്ക് ഇടി കിട്ടും. അതുകൊണ്ട് എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചിട്ട് കളിച്ചോ നീ. അയ്യോ, എന്റെ മൂക്ക്. വെറുതെ അവന്റെ കയ്യിൽ നിന്നും ഇടി ഇരന്ന് വാങ്ങി. മൂക്കാണെങ്കിൽ നന്നായിട്ട് വേദനിക്കുകയും ചെയ്തു. ഇനിയിപ്പോ അവൻ പറഞ്ഞതുപോലെ ഇതും കൊണ്ട് വീട്ടിൽ ചെന്ന മമ്മിയുടെ കയ്യിൽ നിന്നും നല്ലോണം തല്ലുകൊള്ളും. ഒന്നും ആരോടും മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി. എന്നാലും എന്റെ മൂക്ക്. ഒന്നും വേണ്ടായിരുന്നു. ഷെടാ, ഇവനെന്താ വരുന്നത് കാണാത്തത്? ഹോ, എത്ര സമയമായി ഈ പൊരിവേലത്ത് ഞാൻ കാത്തു നിൽക്കുന്നു. കോളേജ് വിട്ടിട്ട് സമയം കുറേ ആയല്ലോ. നേരത്തും കാലത്തും വീട്ടിലെത്തിയില്ലെങ്കിൽ മമ്മിയുടെ കയ്യിൽ നിന്ന് എന്തായാലും ഇന്ന് ചീത്ത കേൾക്കും. ഇത് കാത്തു കാത്തു പോത്തായ അവസ്ഥയാണല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഹോ, ഇന്നാണെങ്കിൽ നല്ല ചൂടുമുണ്ട്. ഈ വെയിലത്ത് കുത്തിന് എൻ്റെ ഉള്ള നിറവും കൂടെ പോകും. ആകെ ഒരു രക്ഷ ഈ കുട മാത്രം. ഹാ, എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഷോ, ഫോൺ റിങ് ചെയ്യുന്നല്ലാതെ എടുക്കുന്നില്ലല്ലോ അവനെ. ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാം ഞാൻ. ട്യൂഷനും കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞതാണ്. വീട്ടിലെങ്ങാൻ അറിഞ്ഞാൽ ഇന്ന് നല്ല രസമുണ്ടാകും. കുറെ സമയമായില്ല ഇവിടെ ഇരിക്കുന്നു. ഇനി തിരിച്ചു പോകാം. ഹായ് ബേബി. കുറെ സമയമായോ നീ ഇവിടെ കാത്തിരിക്കുന്നു? അല്ലാതെ പിന്നെ എത്ര സമയമായെന്നാ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നീ ഇതെവിടെയായിരുന്നു? ഹോ, ഒന്നും പറയണ്ട എൻ്റെ പൊന്നോ, ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. നിനക്കറിയാമല്ലോ, ഞാൻ വീട്ടിൽ ആരും അറിയാതാണ് ഇവിടത്തേക്ക് വരുന്നതെന്ന്. ട്യൂഷനും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകേണ്ട ഞാനാ. നിന്നെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വീട്ടിലെങ്ങാൻ അറിഞ്ഞാൽ എൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. എൻ്റെ പൊന്നോ, പിണങ്ങാതെ നീ. ഞാനിങ്ങ് വന്നല്ലോ. വേണ്ട, ഒന്നും പറയണ്ട. നീ എപ്പോഴും ഇങ്ങനെയാണ്. നിനക്കൊരു ഉത്തരവാദിത്ത ബോധമില്ല. ഞാൻ എന്തായാലും കുഴപ്പമില്ല. നിനക്ക് എല്ലാത്തിനും 100 ന്യായീകരണങ്ങളാണ്. അപ്പോഴേക്കും പിണങ്ങിയോ? എൻ്റെ പൊന്നല്ലേ, പിണങ്ങാതെടി. സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി ഞാൻ നേരത്തെ വന്നോളാം. മതി, ഇനിയൊന്നും പറയണ്ട. സമയം ഒരുപാട് ലേറ്റായി. ഞാൻ പോവുകയാണ്. ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ? ഞാനിപ്പം വന്നല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞ് മിരിക്കാമെന്നേ ഇവിടെ. അയ്യോ, പറ്റില്ല.
നിനക്കറിയാഞ്ഞിട്ടാ, വീട്ടിലത്തെ കുരിപ്പങ്ങാൻ അറിഞ്ഞാലുണ്ടല്ലോ എല്ലാം കുളമാകും. ആര്, പിങ്കി മോളോ? അതെ അതെ, അതെങ്ങനെങ്കിലും എല്ലാം മണത്തറിയും. മമ്മിയോട് എന്തെങ്കിലും കള്ളം പറഞ്ഞൊപ്പിക്കാം ടീനയുടെ വീട്ടിൽ പോയതാണെന്നൊക്കെ. പക്ഷേ ആ കുരിപ്പുണ്ടല്ലോ, അതെങ്ങനെങ്കിലും എല്ലാം തെളിയിക്കും. പിന്നെ ആകെ കുഴപ്പമാകും. പിന്നെ ഞാൻ ട്യൂഷനേ വരത്തുണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പോവുകയാണ്. പോവാതെടി, കുറച്ച് സമയം ഇവിടെ ഇരിക്കേ. പറ്റില്ല, ഞാൻ പോവുകയാണ്. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ഇങ്ങനെ പേടിക്കാതെ. പിങ്കി മോളെ നമുക്ക് സോപ്പിടാന്നേ. അവൾക്ക് എന്തെങ്കിലും ചോക്ലേറ്റോ ഐസ്ക്രീമോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ അവളുടെ സഹായം നിർബന്ധമാണ്. അതിനവളെ ചാക്കിട്ട് പിടിക്കലേ വഴിയുള്ളൂ. എടാ റാം, അല്ലെങ്കിൽ അവൾക്കൊക്കെ സംശയമാണ്. നീ വിചാരിക്കാതെ പോലെയല്ലേ അവള്. അവളെ കാന്താരി പൊട്ടാസാണ്, കാന്താരി പൊട്ടാസ്. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ്. ഒരു കാര്യം ചെയ്, നീ ഒരു ദിവസം വരുമ്പോൾ അവളെയും കൂട്ടി വാ, നമുക്ക് സോപ്പിടാമെന്നേ. എൻ്റെ പൊന്നോ, ഞാനില്ല. എനിക്ക് കുറച്ചു കാലം കൂടെ മനസമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ട്. ആഹാ, ഒറ്റയ്ക്ക് ജീവിക്കാനാണോ നിന്റെ തീരുമാനം? അതെന്താ, നിന്റെ കൂടെ ഞാൻ വേണ്ടേ ജീവിക്കാൻ? വേണമെന്നേ, അതിനല്ലേ ഞാൻ റിസ്ക് എടുത്ത് ഇത്രയും ദൂരം ഇവിടെ വന്നത്, നിന്നെ ഒരു നേരം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നിനക്ക് നാളെ ട്യൂഷൻ ഉണ്ടോ? ഇല്ലില്ല, നാളെ ട്യൂഷൻ ഇല്ല. ഇനി അടുത്ത ആഴ്ച മാത്രമേ ഉള്ളൂ. ഹോ, അപ്പൊ ഇനി എങ്ങനെ നിന്നെ കാണും ഞാൻ? ഈ ആഴ്ച എൻ്റെ പൊന്നുമോനെ എന്നെ കാണണ്ട കേട്ടോ. ഹാ, അത് പറ്റില്ല. എനിക്ക് നിന്നെ കാണാണ്ടിരിക്കാനേ പറ്റത്തേയില്ല. അതുകൊണ്ട് നാളെ ഞാൻ എന്തായാലും നിന്റെ വീട്ടിൽ വരും. ഹേ, വീട്ടിലോ? എന്തിനീ? എന്തിനാണെന്നോ? നിന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെ. വേണ്ട, അങ്ങനെയൊന്നും വരണ്ട കേട്ടോ. മമ്മി എങ്ങാനും പറഞ്ഞാൽ തല്ലിക്കൊല്ലും രണ്ടുപേരെയും. അറിയട്ടെന്നേ, എന്തായാലും ഇത് എപ്പോഴെങ്കിലും വീട്ടിലൊക്കെ അറിയേണ്ടതല്ലേ. എടാ റാ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിനക്ക് പേടിയാവുന്നുണ്ടോ? പിന്നെ അല്ലാതെ പേടിക്കാതെ. നീ എന്തൊക്കെയായി പറയണത്? ഞാൻ സത്യമാണ് പറയുന്നത്. നാളെ എന്തായാലും ഞാൻ നിന്റെ വീട്ടിൽ വരും. എടാ ചതിക്കല്ലേ പ്ലീസ്. നിനക്കങ്ങനെ കാണാൻ കൊതിയാവുമ്പോൾ ഞാൻ എവിടെയെങ്കിലും വന്നോളാം. അല്ലാതെ നീ വീട്ടിൽ വന്ന് വെറുതെ സീനാക്കരുത്. ആ, എന്നാ കുറച്ച് സമയം നീ ഇവിടെ ഇരിക്കേ. എടാ പ്ലീസ് ഒന്ന് വിടടാ. അടുത്ത ആഴ്ച നമുക്ക് നേരത്തോടെ കുറേ സമയം സംസാരിക്കാം. ഇന്ന് കുറേ നേരം വൈകിയില്ലേ, അതുകൊണ്ടാണ്. പ്ലീസ്. ഓക്കെ, എന്നാൽ നീ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി. ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. പോകുന്ന വഴിക്ക് നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയാണ്. ഹോ, എൻ്റെ ബൈക്കിൽ കയറാത്തതുപോലെ നീ എപ്പോഴും കയറുന്നതല്ലേ. എടാ, അത് ഇവിടെ നിന്നല്ലോ, ദൂരെ നിന്നല്ലേ. ഇവിടെ നിന്ന് ഞാനില്ല, ആരെങ്കിലും മറിയുന്ന ആളുണ്ടാവും. എനിക്ക് ഐസ്ക്രീമും വേണ്ട. ഐസ്ക്രീം വേണ്ടാന്നോ? നീ തന്നെയാണോ ഈ പറയണത്? നിന്റെ ഫേവറേറ്റ് അല്ലേ ഐസ്ക്രീം? അതെ, പക്ഷെ എനിക്ക് ഇപ്പം വേണ്ട. ഓക്കെ, എന്നാ നീ നാളെ ഐസ്ക്രീം പാർലറിൽ വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. ഷോ, ഇവൻ എന്തൊക്കെയായി പറയണത്? ഇല്ലടാ, ഞാൻ വരില്ല, മമ്മി അറിയും. ഹോ, ഇങ്ങനെയും ഒരു പേടിക്കൊടലെത്തിയാണല്ലോ ഞാൻ സ്നേഹിച്ചത്. എൻ്റെ ദൈവമേ. ഞാൻ പോവുകയാണ്. നീ ഇങ്ങനെ ഓരോരോ പറഞ്ഞ് എൻ്റെ സമയം വേസ്റ്റ് ചെയ്യുകയാണ്. ഹേ ലച്ചു, പോവാതെ. ഹേ റാം, കൈ നിവിടെ. ആരെങ്കിലും കാണും. നിന്നോടാ പറഞ്ഞത് കൈ നിവിടാൻ. നീ ഇങ്ങനെ പേടിക്കാതെ ലച്ചു. മതി, ഇനി ഒന്നും പറയണ്ട നീ. ഞാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ പോട്. പക്ഷേ ഇനി നിന്നെ ഞാൻ വിളിക്കത്തുമില്ല, നിന്നോട് ഞാൻ അനങ്ങത്തുമില്ല. റാം, നീ എന്നിങ്ങനെ നിരുത്സാഹപ്പെടുത്താതെ. നിനക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല. ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ. നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ ഞാൻ ഈ പൊരി വെയിലത്ത് നിന്നെയും കാത്ത് ഇവിടെ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്നത്? നിനക്ക് എന്നോടാണ് സ്നേഹമില്ലാത്തത്. ഇപ്പം എനിക്കൊക്കെ മനസ്സിലായി. ഇനി നിന്നോട് കൂട്ടില്ല ഞാൻ. ഇനി നീ എന്നെ കാണുകയും ചെയ്യണ്ട, എന്നോട് മിണ്ടുകയും ചെയ്യണ്ട. ഞാൻ പോവുകയാണ്. നിനക്കൊക്കെ തമാശയാണ്. ഇനിങ്ങാ നീ എന്നോട് കൂട്ടുകൂടാൻ വാ. ഹേ ലച്ചു, പിണങ്ങാതെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ പിണങ്ങി പോവാതെ. വേണ്ട, നിന്റെ തമാശ ഇത്തിരി കൂടുന്നുണ്ട്. നിന്നെ ഞാൻ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. എനിക്കിത് തന്നെ വേണം. നോക്കിക്കോ, ഇനി ഒരു ദിവസം പോലും നീ വിളിച്ചാൽ ഞാൻ വരില്ല. ഷോ, അവള് പോയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി 2 ദിവസത്തേക്കല്ലേ, എന്തായാലും അവൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. വേണ്ടായിരുന്നു, വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കണ്ടായിരുന്നു. ഹാ, പറ്റുമെങ്കിൽ ഇന്ന് എന്തായാലും അവളുടെ വീട്ടിലൊന്ന് പോകണം. എന്നിട്ട് വേണം പിങ്കി മോളെ സോപ്പിട്ട് കയ്യിൽ പിടിക്കാൻ. പിങ്കി മോൾ എൻ്റെ ഭാഗത്തായാൽ
പിന്നെ ലച്ചുവിൻ്റെ പിണക്കം മാറാൻ ഈസിയാണ്. അതുമാത്രമല്ല ലച്ചുവിനെ കാണാനും സംസാരിക്കുവാനുമുള്ള അവസരം കൂടുതൽ കിട്ടും. എന്താണ് അതിനൊരു വഴിയുള്ളത്? എന്തായാലും അവൾ പാർക്കിലേക്കോ ബീച്ചിലേക്കോ വിളിച്ചാൽ വരില്ല. പിന്നെ എന്താണൊരു വഴി? ഒരു ഐഡിയ ഉണ്ട്. ലച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ പിങ്കി മോളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് ഡയറി മിൽക്ക് എന്ന്. ഇന്ന് പോകുമ്പോൾ കുറച്ച് ഡയറി മിൽക്കും വാങ്ങിച്ചിട്ട് പോകാം. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എന്തു പറയും അപ്പോൾ? എന്തായാലും ലച്ചുവിൻ്റെ ഫ്രണ്ടാണെന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് മെല്ലെ അവളെ എന്തായാലും സൈഡാക്കണം. ഷോ, എന്നാലും ലച്ചു പിണങ്ങണ്ടായിരുന്നു. പാവം, എന്നെയും കാത്ത് എത്ര സമയമായി ഈ വെയിലത്ത് നിന്നത്. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. റിങ് ആവുന്നുണ്ട്, എടുക്കുന്നില്ലല്ലോ. ഇത് പണി പാളിയത് തന്നെ. കുറച്ച് മെനക്കെടേണ്ടി വരും എന്തായാലും. ഈ പ്രേമിക്കുമ്പോഴുണ്ടാകുന്ന ഓരോരോ അവസ്ഥകളെ. ഷെടാ, ഇത്രയും സമയമായിട്ടും അവൾ എന്നെ ഒന്ന് വിളിച്ചു പോലും നോക്കിയില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫും. അവളുടെ വീട് വരെ ഒന്ന് പോയാലോ? ഇനിയെങ്ങാനും കളി കാര്യമാവുമോ? എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ. എന്താണെങ്കിലും ഒന്നും കൂടെ വിളിച്ചു നോക്കാം. റിങ് ആവുന്നുണ്ടല്ലോ. എടുക്ക്, ഒന്ന് വേഗം ഫോൺ എടുക്ക്. ലച്ചു, ഒന്ന് വേഗം ഫോൺ എടുക്ക്. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇവൻ എന്നെ വിളിക്കുന്നത്? ഇനി എന്തെങ്കിലും അർജന്റ് ഉണ്ടാവുമോ? അല്ലെങ്കിൽ എന്റെ പിണക്കം മാറ്റാൻ വേണ്ടി വിളിക്കുന്നതാണോ? ഫോൺ എടുത്താൽ അവനോട് അനങ്ങേണ്ടി വരുമല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എന്താണെങ്കിലും ഇപ്പം എടുക്കണ്ട. ഫോൺ എടുത്താലേ അവനോട് എനിക്കൊരു ദേഷ്യമില്ലാന്ന് വിചാരിക്കും. എന്നെ സങ്കടപ്പെടുത്തിയതിന് കുറച്ച് അനുഭവിക്കട്ടെ. നാശം, ഫോൺ എടുക്കുന്നില്ലല്ലോ. റിങ് ആവുന്നുണ്ട്. ലച്ചു, ഒന്ന് വേഗം ഫോൺ എടുക്ക്. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടി ലച്ചു ചേച്ചി, കുറെ സമയമായല്ലോ നിന്റെ ഫോൺ റിങ് ആവുന്നു. എന്താ നീ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? അതാരാ വിളിക്കണത്? അത് പിന്നെ അതെന്റെ ഫ്രണ്ട് വിളിക്കുന്നതാണ്. ഫ്രണ്ട് വിളിച്ചിട്ടാ നീ ഫോൺ എടുക്കാത്തത്? അത് ടീന വിളിക്കുന്നതാണ്. ആര് വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിനെന്താ? ഫോൺ അതാ റിങ് ആവുന്നു. ആ കോൾ ഇപ്പൊ എടുക്കണ്ട. കോൾ എടുക്കണ്ടാണെന്നോ? എന്തോ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല ടീന ചേച്ചി വിളിക്കുന്നത്. ഒന്ന് എടുത്തു നോക്ക് എന്തിനാ വിളിക്കുന്നതെന്ന്. നീ പീക്കിരി, നീ നിന്റെ കാര്യം നോക്കിപ്പോട്. എന്റെ ഫോൺ എടുക്കാനേ എനിക്കറിയാം. ഇത് നല്ല കൂത്ത്. വെറുതെ ദേഷ്യം പിടിക്കുന്നോ? അപ്പൊ അതിലെന്തോ ഉണ്ട്. എന്താണെങ്കിലും സത്യം പറ, ആരാ വിളിക്കണത്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പം മമ്മിയെ വിളിക്കും. നാശം, ഇവനെന്തിനായി വിളിച്ചവർ തന്നെ വിളിച്ചോണ്ട് നിൽക്കുന്നത്? നീ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? ഇല്ല, പോകില്ല. ആരാ വിളിക്കുന്നതെന്ന് അറിയാതെ ഞാൻ പോകില്ല. നിനക്കെന്താ ചെവി കേൾക്കില്ലേ? നിന്നോടല്ലേ പറഞ്ഞത് ടീമിയാ വിളിക്കുന്നതെന്ന്. പിന്നെന്താ നീ ഫോൺ എടുക്കാത്തത്? അത് ഞാനും അവളും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. അതുകൊണ്ട് എനിക്ക് ഇന്ന് അവളോട് സംസാരിക്കാൻ മൂടില്ല. അതാണ് ഞാൻ ഫോൺ എടുക്കാതെ, അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ കാണിച്ച ടീനെ വിളിക്കുന്നത്. നീ അങ്ങ് പോയി മമ്മിയുടെ ഫോൺ എടുത്തു നോക്ക്. എന്റെ ഫോൺ ഞാൻ ആർക്കും തരില്ല. കിന്നാരം ചോദിക്കാൻ വന്നിരിക്കുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നോട് തട്ടിക്കാരൻ വന്നിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്തോ കാര്യമുണ്ട്. ആരാടി വിളിക്കുന്നത്? ദേ പീക്കിരി, എന്നെക്കാരി എടി പൊടി എന്നൊക്കെ വിളിക്കുന്നോ? ഞാൻ നിന്റെ എത്ര വയസ്സിന് മൂത്തതാണ്? നീ എന്നെ എടി പൊടി എന്ന് വിളിച്ച് ഞാനിപ്പം മമ്മിയോട് പറഞ്ഞു കൊടുക്കും. മമ്മിയെ എന്റെ പൊന്നുമോളെ വിളിക്കണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. നിന്നെ ആരാ വിളിക്കണമെന്ന് നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇനിയും എടി പൊടി എന്നൊക്കെ വിളിക്കും. അത് മാത്രമല്ല, ഞാനിപ്പം മമ്മിയെ വിളിച്ചിട്ട് മമ്മിയോടൊക്കെ പറഞ്ഞു കൊടുക്കും. നീ എന്ത് പറഞ്ഞു കൊടുക്കുന്നാ പറഞ്ഞത്? അതിന് മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? എന്റെ ഫോൺ ഒന്ന് റിങ്ങായി, ഞാൻ അത് അറ്റൻഡ് ചെയ്തില്ല. അത്രയല്ലേ ഉള്ളൂ. അതെ, അത്രയേ ഉള്ളൂ. ഏത് സമയം നോക്കിയാലും ഫോണും കുത്തിപ്പിടിച്ച് നിൽക്കുന്ന നീ ആ ടീന ചേച്ചി എപ്പോഴും വിളിക്കുന്നതല്ലേ? അപ്പോഴൊക്കെ നീ കോൾ അറ്റൻഡ് ചെയ്യാറില്ലേ? ഇപ്പം എന്താ നീ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? അതാണ് എനിക്കറിയേണ്ടത്. നീ ആരാ വല്ല CBI? നീ പോയി കുറ്റം തെളിയിക്ക്. നാശം, ഇവനാണെങ്കിൽ വിളിച്ചേമ്പോ തന്നെ വിളിച്ചോണ്ട് നിൽക്കുന്നു. ഇതെന്താ ടീനയുടെ പേര് റാമെന്നാക്കി മാറ്റിയോ? റാമെന്ന ആളെന്നല്ലോ വിളിക്കുന്നത്. അത് പിന്നെ അത് ഞാൻ അവളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് വേറെ ആർദോ ഫോണിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പൊ വേറെ ആർദോ നമ്പർ എന്റെ പൊന്നുമോളെങ്ങനെ സേവ് ആക്കി? അത് പിന്നെ
കിടന്നുരുളണ്ട, എനിക്കൊക്കെ മനസ്സിലായി. ആരാടി റാം? ഇപ്പൊ പറഞ്ഞോ, അല്ലെങ്കിൽ ഞാനിപ്പോ മമ്മിയും പപ്പയും വിളിക്കും. അത് പിന്നെ എന്റെ പൊന്നുമോളെ നീ സീനാക്കല്ലേ. അതെനിക്ക് പരിചയമുള്ള ഒരാളാണ്. പരിചയമുള്ള ആളോ? ആരാണെന്ന് പറ. അതെ അതെ, അതെന്റെ കൂടെ കോളേജിൽ പഠിച്ചതായിരുന്നു. എന്റെ സീനിയറാണ്. ഓക്കെ, നിന്റെ സീനിയറാണ്, സമ്മതിച്ചു. അവനതിനിപ്പൊ നിന്നെ വിളിക്കുന്നത്? അത് പിന്നെ എന്റെ പൊന്നുമോളല്ലേ, നീ ആരോടും പറയരുത്. ഞാനും റാമും തമ്മിൽ ഇഷ്ടത്തിലാണ്. എന്ത് ഇഷ്ടത്തിലാണെന്നോ? മമ്മി മമ്മി, അയ്യോ അയ്യോ, നീ സീനാക്കല്ലേ. ഞാനിപ്പോ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. മമ്മി മമ്മി, എന്റെ പൊന്നുമോളല്ലേ, ചേച്ചിയുടെ മുത്തല്ലേ, പറയല്ലേ പ്ലീസ് പ്ലീസ്. നീ എങ്ങാൻ പറഞ്ഞ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എനിക്ക് വേറെ ആരുമില്ലല്ലോ. നിന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്. എത്ര കാലമായിട്ടുള്ള ബന്ധമാണിത്? കുറച്ചായി. കുറച്ചെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1-2 വർഷമായി. എന്റെ ദൈവമേ, 1-2 വർഷമോ? എന്നിട്ട് ഇത്രയും കാലം ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. അതിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഹോസ്റ്റലല്ലേ ഉണ്ടാവാറ്. അതാണ് നീ ഒന്നും അറിയാതിരുന്നത്. എനിക്കൊക്കെ ഇപ്പൊ പിടികിട്ടി. നീയേ ഹോസ്റ്റൽ പോയപ്പോൾ ഇതാണല്ലേ നിന്റെ പരിപാടി. ഞാനൊക്കെ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. പൊന്നല്ലേ, ഒന്നും പറയല്ലേ നീ. നിന്നെയും കൂട്ടി ഞാൻ നാളെ ഐസ്ക്രീം പാർലറിൽ പോകാം. അവിടെ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങിച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട, ഷോപ്പിംഗ് ഒന്നും വേണ്ട. നീ കുറെ കാലമായി എന്നെ പറഞ്ഞ് പറ്റിക്കുന്നു ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. ഇതുവരെ നീ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? അതുപോലെയല്ല ഇത്. തീർച്ചയായിട്ടും നിനക്ക് ഞാൻ വാങ്ങിച്ചു തരും. പക്ഷെ നീ ഒന്നും ആരോടും പറയരുത്. ഉറപ്പാണോ? പറഞ്ഞു പറ്റിക്കോ? ഹേ ഇല്ലില്ലില്ല, എന്തായാലും വാങ്ങിച്ചു തരാം. ഹാ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തൽക്കാലം ഞാൻ മമ്മിയോട് പറയുന്നില്ല. ഇനി എങ്ങാനും എന്നെ പറഞ്ഞ് പറ്റിച്ചാൽ അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. ഉറപ്പായിട്ടും പറ്റിക്കില്ലാന്നേ, നീ എൻ്റെ മുത്തല്ലേ. ഹാ, പിന്നെ ഒരു സംശയം. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു. പിന്നെന്താ നീ അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അത് ഞങ്ങളിന്ന് ചെറുതായിട്ടൊന്ന് പിണങ്ങി, അതുകൊണ്ടാണ്. ഹോ, അപ്പം ഒരു കാര്യം ചെയ്യാം. നീ നിന്റെ റാമിനെയും കൂട്ടിയിട്ട് നാളെ ഐസ്ക്രീം പാർലറിൽ വന്നാൽ മതി. എനിക്കും പരിചയപ്പെടാലോ. ഹാ, ഓക്കെ, സൂപ്പർ. അപ്പം നാളെ ഐസ്ക്രീം പാർലർ. തൂക്കി ചുവന്ന കരങ്ങളോടെ, തൂക്കി ചുവന്ന കരങ്ങളോടെ, തൂക്കി ചുവന്ന കരങ്ങളോടെ, തൂക്കി തൂക്കി. ഹേ, നീ ഇതുവരെ റെഡിയായില്ലേ? അത് ശരി, പോകാൻ റെഡിയാവാതെ നീ ഇവിടുന്ന് ഫോൺ ചെയ്യുകയാണോ? ഹേയ് അല്ലല്ല, ഞാൻ ഇവിടുന്ന് മുടി ചെയ്യുകയാണ്. എടി ചേച്ചി, നമുക്ക് പോകണ്ടേ? എത്ര സമയമായി നീ ഈ റൂമിൽ കയറി വാതിലടച്ചിട്ട്? ഞാൻ റെഡിയാവുകയല്ലേ മുത്തേ. ഹോ, എന്താ അവളുടെ ഒരു സോപ്പിടൽ. മമ്മി എങ്ങനെ പറഞ്ഞ ഇപ്പൊ എല്ലാം കുളമാകും. അയ്യോ മമ്മിയോ? മമ്മി എവിടെ? മമ്മി ഇവിടെ ഉണ്ടെന്നല്ല പറഞ്ഞത്. മമ്മി കുടുംബശ്രീക്ക് പോയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് പോകേണ്ടതാണ്. ഹോ, ഇങ്ങനെയും ഒരു പൊട്ടിക്കളി. നിന്നേക്കാൾ മൂത്തത് ഞാൻ ആവേണ്ടതായിരുന്നു. നിന്റെ ഈ ചാട്ടമൊക്കെ എന്തിനാണെന്ന് എനിക്കറിയാം. നിനക്ക് ഐസ്ക്രീം കിട്ടേണ്ടിട്ടല്ലേ. ഞാനൊന്ന് ഒരുങ്ങട്ടെ, എന്നിട്ട് പോകാം. നീ എത്ര ഒഴിഞ്ഞാലും നിന്റെ തിരുമോൻ ഇത് തന്നെയല്ലേ. ഇനി എന്തോന്ന് ഒരുങ്ങാനാ? ഒന്ന് വേഗം വാ. അല്ലെങ്കിൽ നിന്റെ ഈ മോന്ത കണ്ടിട്ട് തന്നെയല്ലേ ആ റാം നിന്നെ സ്നേഹിച്ചത്. ഡിഡി ഡിഡി ഡിഡി, വെറുതെ വഴക്കിടാൻ വരണ്ട കേട്ടോ. പിന്നെ ഞാൻ ഈ പോക്കേ ക്യാൻസൽ ആക്കും. ആഹാ, അത്രക്ക് ധൈര്യമോ? എന്നാ നീ ഒന്ന് ക്യാൻസൽ ആക്കി നോക്ക്. ക്യാൻസൽ ആക്കിയാലെന്താ? നീ എന്ത് ചെയ്യും? ഹേയ്, ഞാനൊന്നും ചെയ്യില്ല. ചെയ്യേണ്ടതൊക്കെ മമ്മി ചെയ്തോളും. ഞാനേ നിങ്ങളുടെ കാര്യം മുഴുവൻ മമ്മിയോടങ്ങ് പറഞ്ഞു കൊടുക്കും. അത്രയേ ഉള്ളൂ. എന്താ പറയണോ? എൻ്റെ പൊന്നോ, വേണ്ടായേ. നിനക്കെന്താ ഇപ്പം വേണ്ടത്? പോകണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ റെഡിയായതാണ്, നമുക്ക് പോകാം. ഹാ, അങ്ങനെ വൈക്കുവാ. ഡി പിങ്കി മോളെ, നീ ഇതൊന്ന് നോക്കിയേ. എൻ്റെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എങ്ങനെയുണ്ടെന്ന്. ഈ ഷെയ്ഡ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടെന്താ? നീ എനിക്കൊരു പ്രാവശ്യം പോലെ ഇടാൻ തരില്ലല്ലോ. പിന്നെ ഞാൻ പൈസയും കൊടുത്ത് വാങ്ങിച്ചതേ നിനക്കിടാനാണല്ലോ. അത് മാത്രമല്ല, ചെറിയ കുട്ടികളൊന്നും ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല. അതൊക്കെ ചുണ്ടിന് ഭയങ്കര മോശാ. ഹാ, എനിക്കെന്തായാലും നിന്റെ ലിപ്സ്റ്റിക് ഒന്നും വേണ്ട. നീ ഒന്ന് വേഗം വാ. ശരി, വരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇനി എന്താ പ്രശ്നം? ഒന്ന് വേഗം വന്നൂടെ? നമുക്ക് വേഗം പോകാം. പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നീ റാമിന്റെ മുന്നിൽ വെച്ച് എന്നെ ഒന്നും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. അതുമാത്രമല്ല, ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവിടെ പറയാനും പാടില്ല. എന്ത് ചോദിച്ചാലും ഞാൻ നല്ലതാണെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. നല്ലതാണെന്നോ? ഞാൻ സത്യം മാത്രമേ പറയൂ. അതുമാത്രമല്ല,
നിന്റെ പറച്ചൽ കേട്ടാത്തൊന്നും നമ്മളേതോ കോടതിയിലാ പോണെന്ന്. എന്തോ ഒരു കുറ്റം തെളിയിക്കാൻ പോകുന്നത് പോലെയുണ്ട് നമ്മുടെ ഈ പോക്ക്. നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ തന്നെയല്ലേ പോകുന്നത്? നിന്റെ 32 പല്ലും കാട്ടി ഇളിക്കണ്ട. ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ട് കേട്ടാ മതി. ഞാൻ നല്ല കുട്ടിയാണെന്നും ഇവിടുത്തെ പണികളൊക്കെ ചെയ്യുന്ന ഞാനാണെന്നും ഞാൻ നന്നായിട്ട് പഠിക്കുമെന്നും ഒക്കെ നീ പറയണം. അമ്പല പുളിസോ, ഇങ്ങനെയൊന്നും നുണ പറയാനേ എന്നെ കിട്ടില്ല. നീ എന്ത് പണി എവിടുന്ന് ചെയ്യാറ്? അതുമാത്രമല്ല, നീ എപ്പോഴാ പഠിക്കാറ്? പഠിക്കാത്തതിന്റെ പേരിൽ നീയും മമ്മിയും എപ്പോഴും ഇവിടെ അടിയല്ലേ. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയില്ല. ഞാൻ സത്യം മാത്രമേ പറയൂ. നീ എങ്ങാൻ വല്ലതും അവിടെ ചെന്ന് എഴുന്നള്ളിച്ചാൽ പിന്നെ അറിയാമല്ലോ നിനക്ക് എന്റെ സ്വഭാവം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അവൻ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം നീ മറുപടി പറഞ്ഞാൽ മതി. ഒന്നും അങ്ങോട്ട് കാര്യം പറയാൻ നിൽക്കണ്ട. മനസ്സിലായോ? അത് വേണമെങ്കിൽ നോക്കാം. എങ്കിൽ അങ്ങോട്ട് നടക്ക്, വേഗം പോകാം. നമ്മളെങ്ങനെയാ പോകുന്നത്? ഓട്ടോറിക്ഷയിലാണോ? അയ്യേ, ഓട്ടോറിക്ഷയിലോ? ഓട്ടോറിക്ഷയിലൊന്നും ഞാൻ റാമിനെ കാണാൻ വരില്ല. പിന്നെ അല്ല, അംബാനിയുടെ മോളാണെന്നാ വിചാരം. പിന്നെ നീ എങ്ങനെയാ പോകുന്നത്? പ്ലെയിനിലാണോ? അല്ല, നമുക്ക് പപ്പയുടെ സ്കൂട്ടി എടുത്ത് പോകാം. അതിനൊക്കെ മമ്മി സമ്മതിക്കുമോ? മമ്മി വരുന്നതിന് മുന്നേ വേഗം സ്ഥലം വിടാം. എങ്കിൽ വാ. ഹായ് സ്കൂട്ടി. നിന്റെ വർത്താനം കേട്ടാത്തൊന്നും ആദ്യമായിട്ടാ സ്കൂട്ടി കാണുന്നതെന്ന്. അതല്ല, ഇന്ന് എനിക്ക് മുഴുവൻ സന്തോഷമുള്ള ദിവസമാണ്. സ്കൂട്ടിയിലെ യാത്ര, ഐസ്ക്രീം കഴിക്കൽ, ഞാൻ ഇന്ന് പൊളിക്കും. സമയം കളയാതെ വേഗം വാ. എന്നാൽ എത്ര ദിവസമായി ഈ സ്കൂട്ടിയിൽ കയറിയിട്ടൊന്ന് സവാരി ചെയ്തിട്ട്. നിക്കടി അവിടെ.